നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കഴിഞ്ഞ ദിവസം രാത്രി 7:30 അപ്പോളോ BGS ആശുപത്രിയിൽ അന്ത്യശ്വാസം വലിച്ച എസ് ജാനകിയുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ മൈസൂരിലെ മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് 4:30 മൈസൂരിലെ കനിയനഹുണ്ടി ഫാം ഹൗസിൽ സംസ്കാരം നടത്തി. മൈസൂരുവിൽ തന്നെ സംസ്കരിക്കണമെന്നായിരുന്നു ജാനകിയുടെ അന്ത്യാഭിലാഷം. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ സ്വരമാധുര്യം കൊണ്ട് വിസ്മയിപ്പിച്ച മഹാപ്രതിഭയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഒട്ടേറെ പ്രമുഖരാണെത്തിയത്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ജാനകിയമ്മ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 20 ഭാഷകളിലായി 40,000-ലേറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണ ലഭിച്ചു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങളും ഇവരെ തേടിയെത്തി. 2013 രാജ്യം പത്മഭൂഷൺ പ്രഖ്യാപിച്ചെങ്കിലും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് അവർ അത് നിരസിച്ചു. കൊപ്പം ആമയൂർ എരുമത്തടത്തിലെ ക്വാറിക്ക് സമീപത്തെ മൺകൂന നീക്കം ചെയ്യുന്നത് അശാസ്ത്രീയമാണെന്ന ആക്ഷേപവുമായി നാട്ടുകാർ രംഗത്ത്. ഇതേ തുടർന്ന് മണ്ണ് മാറ്റുന്ന പ്രവൃത്തികൾ നിർത്തിവെച്ചു. ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി തുടർ പരിശോധനകൾ നടത്തിയതിനു ശേഷമേ പ്രവൃത്തികൾ അനുവദിക്കുകയുള്ളൂ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. കൊപ്പം ആമയൂർ എരുമത്തടത്ത് ക്വാറിക്ക് സമീപം കൂട്ടിയിട്ട മൺകൂന നീക്കം ചെയ്യുന്നത് അശാസ്ത്രീയമാണെന്ന ആക്ഷേപവുമായാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. മണ്ണ് പൂർണ്ണമായും പ്രദേശത്തു നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മണ്ണ് നീക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധവുമായി എത്തി. ഇത് ക്വാറി അധികൃതരുമായി വാക്കേറ്റത്തിനും ഇടവരുത്തി. പ്രതിഷേധത്തെ തുടർന്ന് നിലവിലെ മണ്ണ് നീക്കം നിർത്തിവെച്ചു. അടുത്ത ദിവസം ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയതിനു ശേഷം തുടർ നടപടികൾ ആരംഭിച്ചാൽ മതിയെന്ന നിലപാടിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഞങ്ങളുടെ ജീവന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മണ്ണ് മാറ്റാതെ കോറിന്ന് ഒരു താരി കല്ല് പോകൂല. ഇവിടുന്ന് കോറിക്കെതിരെ ഞങ്ങൾ നിന്നിട്ടില്ല. കോറി ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല. കോറിക്കെതിരെ നിന്നിട്ടില്ല. ഞങ്ങളുടെ സുരക്ഷിതല്ല. അവിടെ കെട്ടി നിങ്ങളൊരു പണി നിങ്ങൾ താമസക്കാരെ ആ റബ്ബർ ഫുള്ള് വെട്ടി തരാം. എന്നിട്ട് നിങ്ങളെ ഫാമിലി നോക്കണം. എന്നിട്ട് അതിന് ഫുള്ള് മനസ്സിലായിരുന്നോളൂ. എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ പോട്ടെ, അതിന് പ്രശ്നമല്ല. ഇവിടെ ഉള്ളവർ പോണേ എടുക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം പോയിട്ട് ഞങ്ങൾ ഈ സെറ്റ് പറയാൻ ഒഴിവാക്കളി അവിടെ കെട്ടിക്കോളി. ഞങ്ങളുടെ സ്ഥലം തരാം നിങ്ങൾക്ക് താമസിക്കാൻ. നിങ്ങൾ വന്നോളി. ഈ സെറ്റ് അങ്ങനെ കെട്ടി അവിടെ താമസിക്കട്ടെ. അത് ഞങ്ങൾക്കൊന്നും പറയാനില്ല. സ്ഥലം ഞങ്ങൾ തരാം. എരുമത്തടത്ത് പുതുതായി ആരംഭിച്ച പാറമടയ്ക്ക് സമീപത്താണ് അശാസ്ത്രീയമായ രീതിയിൽ വലിയ മൺകൂന കൂട്ടിയിട്ടിരിക്കുന്നത്. മഴ തുടങ്ങിയതോടെ മൺകൂന നിൽക്കുന്ന സ്ഥലം ഇടിയാൻ തുടങ്ങിയിരുന്നു. പ്രദേശവാസികളുടെ വീട്ടുകളിലേക്ക് മണ്ണും കല്ലും ചളിവെള്ളവും ഒലിച്ച് എത്തിയതോടെ നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. ജിയോളജി വകുപ്പ് ഇവിടെ വരട്ടെ. ഇനി അടുത്തത് ഞാൻ പറയാം. ജിയോളജി നിങ്ങൾ ഈ മണ്ണ് കൂട്ടിയിട്ട് ജനങ്ങൾക്ക് അതേ കയറിയാൽ മതി. നിങ്ങൾ എരുമത്തറ സ്ഥലങ്ങൾക്ക് അറിയോ? അതേ ഒന്ന് കയറി നോക്കാൻ പറയും. നിങ്ങളും കയറി നോക്കുക. ഈ ജിയോളജി വകുപ്പിന് കയറ്റി ഒന്ന് കയറി നോക്കുക. ഇങ്ങോട്ട് അവർ ആ മണ്ണവിടെ കൂട്ടിയിട്ട് അവിടെ കടന്നിട്ട് നിങ്ങൾക്ക് സുരക്ഷിതമാണെന്ന് അത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ജനങ്ങളെ ജിയോളജി വകുപ്പ് വന്നിട്ട് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ആ മണ്ണ് അവിടെ കൂട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളത് അവർ ഉറപ്പ് തരികയാണെങ്കിൽ നിങ്ങൾ മണ്ണിട്ടോളി. കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ അവരെ വരുത്തി അല്ല ആ മണ്ണവിടുന്ന് മാറ്റണം. ആ മണ്ണവിടുന്ന് നിങ്ങളാ പണി പറഞ്ഞ് നടക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഒരു 4 കിലോ മൈദ വെച്ചു. 4 കിലോ എരുമത്തടത്ത് പുതുതായി ആരംഭിച്ച ക്വാറിക്ക് സമീപത്താണ് അശാസ്ത്രീയമായ രീതിയിൽ വലിയ മൺകൂന കൂട്ടിയിട്ടിരിക്കുന്നത്. മഴ തുടങ്ങിയതോടെ മൺകൂന നിൽക്കുന്ന സ്ഥലം ഇടിയാൻ തുടങ്ങിയിരുന്നു. പ്രദേശവാസികളുടെ വീടുകളിലേക്ക് മണ്ണും കല്ലും ചളിവെള്ളവും ഒലിച്ചെത്തിയതോടെ നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടറും വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം പട്ടാമ്പി തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മൺകൂന നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകുകയുമായിരുന്നു. തുടർന്നാണ്
ക്വാറി ഉടമകളുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത്. എന്നാൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്നത് അശാസ്ത്രീയമാണെന്നും പ്രദേശത്ത് തന്നെ തട്ടുതട്ടായി മണ്ണ് കൂട്ടിയിടുന്ന പ്രവൃത്തികളാണ് ഇവിടെ നടക്കുന്നതുമെന്നുമാണ് നാട്ടുകാരുടെ പരാതി. മഴയിൽ ഈ മണ്ണ് ഒലിച്ചു വരാതിരിക്കാനാവശ്യമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം ഉന്നയിച്ചായിരുന്നു രാവിലെ മണ്ണ് നീക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് പാറമട അധികൃതരുമായി വാക്കേറ്റവും ഉണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശങ്കർ കൊട്ടാരത്തിൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. പാറമട അധികൃതരുമായി ഇവർ ചർച്ച നടത്തുകയും നിലവിലെ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെപ്പിക്കുകയുമാണ് ഉണ്ടായത്. നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കുവാനുള്ള ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സല ആവശ്യപ്പെട്ടു. 2 ദിവസമായിട്ട് അവരത് നിരത്തുന്നുണ്ട്. എന്നിട്ട് തട്ടുതട്ടായി കയർ ഭൂവസ്ത്രം കൊണ്ടുള്ള ഒരു ബണ്ട് കെട്ടാം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും ജനങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിന് ഞങ്ങൾ അതിനോട്ട് സമ്മതിക്കൂല. അവിടെയുള്ള പരിസരവാസികൾക്ക് അത് സമ്മതിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് പിന്നീട് എന്തെല്ലാം ദോഷം ഉണ്ടാവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും കോറിയുടെ മുതലാളിമാർ ഇപ്പോൾ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അവർ എന്തായാലും ഇതിനൊരു തീരുമാനമായിട്ടില്ല. നാളെ ജിയോളജി വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇനിയൊരു തീരുമാനം എത്തുള്ളൂ. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ളത്. പണി നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടെ മണ്ണ് നിരത്തുന്ന പണി നിർത്തിവെച്ചിരിക്കുകയാണ്. ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശങ്കർ കൊട്ടാരത്തിലും സൂചിപ്പിച്ചു. ഉണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെ നിരവധിയായ കുടുംബങ്ങൾ, നമ്മളെല്ലാവരും പണ്ട് ചെറുപ്പം തൊട്ടേ നമ്മളെല്ലാം കളിച്ച് വളർന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ്. കൊച്ചുമക്കളും വലിയവരൊക്കെ ആയിട്ടുള്ള അങ്ങനെ കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളാണ്. അതിനൊരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഇത്രയും വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുമായിട്ട് വന്നിട്ടുള്ളത്. കമ്പനി അധികൃതരുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളെ തൽക്കാലം അടുത്ത വകുപ്പ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ വരുന്നത് വരെ അവരും പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടുത്തെ ജനങ്ങളുമായിട്ടടക്കം, കമ്പനിയായിട്ടല്ല ജനങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച നടത്തി അതിൽ വരുന്ന തീരുമാനത്തിനോടൊപ്പം അത് ജനങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ, അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു അപകടവും ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സമരവും പ്രതികരണവും എല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണം മോഷണം പോയ കേസിൽ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഹോം നഴ്സിനെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശിനി ഹഫ്സനത്ത് ബീവിയാണ് പിടിയിലായത്. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 പവനോളം സ്വർണ്ണാഭരണം മോഷണം പോയ കേസിൽ വീട്ടിലെ ഹോം നേഴ്സ് പോലീസിന്റെ പിടിയിൽ. മലപ്പുറം വഴിക്കടവ് മരുത വലിയ പീടികയിൽ ഹഫ്സത്ത് ബീവിയെയാണ് കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച സ്വർണ്ണാഭരണവും കണ്ടെടുത്തു. കുരുക്കല്ലൂർ നാട്യമംഗലം പുല്ലാട്ടിൽ ഷാനവാസ് അലിയുടെ വീട്ടിൽ നിന്നുമായിരുന്നു ഇവർ സ്വർണ്ണാഭരണം മോഷ്ടിച്ചത്. ജൂൺ 30-നാണ് അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങൾ മോഷണം പോയ വിവരം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് കൊപ്പം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ കുട്ടിയെ നോക്കാനായി എത്തിയ ഹഫ്സത്ത് ബീബിയാണ് സ്വർണ്ണാഭരണം മോഷ്ടിച്ചതെന്ന് വ്യക്തമായത്. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ ഇവർ പണയം വയ്ക്കുകയും ചെയ്തു. ഇതും പോലീസ് കണ്ടെടുത്തു. SI നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. തൃത്താല ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് ഡേ നടത്തി. സംസ്ഥാന GV രാജ അവാർഡ് ജേതാവ് സുരേന്ദ്രൻ സ്കൂൾ പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഫിറ്റ്നസ് കോച്ച് സുരേന്ദ്രൻ തെളിയിച്ച ദീപശിഖ സംസ്ഥാനതലത്തിൽ ഹൈജമ്പ് മത്സരത്തിൽ പങ്കെടുത്ത CP ഗായത്രി ഏറ്റുവാങ്ങി. സംസ്ഥാന ഹാൻഡ്ബോൾ താരം സന മോഹൻ, സംസ്ഥാന താരം ശ്രീദേവി, സംസ്ഥാന കബഡി മത്സരത്തിൽ 4ാം സ്ഥാനത്തെത്തിയ ടീമിനെ പ്രതിനിധീകരിച്ച ശ്രുതികയിലേക്കും കൈമാറിക്കൊണ്ട് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് വിവിധ ഹൗസ് ക്യാപ്റ്റന്മാരുടെ നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റും നടത്തി. MPTA പ്രസിഡന്റ് ബിനിത അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക രജിത സുരേന്ദ്രൻ മാസ്റ്ററെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മത്സര വിജയികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു. പ്രിൻസിപ്പൽ ലക്ഷ്മി ടീച്ചർ സ്വാഗതവും കായികാധ്യാപകൻ രാജേഷ് നന്ദിയും പറഞ്ഞു. വാർത്തയിലേക്ക്. ബ്രാഹ്മണ്യ മൂല്യങ്ങളെ എന്നും എതിർത്തവരാണ് പാക്കനാർ വംശജരെന്ന് നരവംശശാസ്ത്രജ്ഞൻ ഡോക്ടർ മധുനാരായണൻ അഭിപ്രായപ്പെട്ടു. കേരള പാക്കനാർ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സദസ്സും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് KP ബാലൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വൻ മുഖ്യാതിഥിയായി. PK ഗോപിനാഥൻ, P വിശ്വംഭരൻ, KP വേലായുധൻ, ഡോക്ടർ E ബാലൻ, U ബാലകൃഷ്ണൻ, പുഷ്പലത കണ്ണൻ, ഉണ്ണികൃഷ്ണൻ പട്ടണത്ത്, വയലി പ്രദീപ്, KP ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കലാസാംസ്കാരിക രംഗത്തെ പ്രതിഭകൾക്കും അനുമോദനം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു.
2025 ജൂലൈ 11 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന ഇന്ത്യയിലെ തന്നെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈറ്റത്തൊഴിലിൻ്റെ സാങ്കേതിക വിദ്യയും അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഭൗതിക മാനങ്ങളും എന്ന വിഷയത്തിൽ PhD അവാർഡ് ചെയ്യുന്നത്. ഇന്നലെ അതിൻ്റെ 1ാം വാർഷികം കൂടെയായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഇന്ന് അത്തരം ചിന്തകളുമായി വളരെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിലെ പ്രതിനിധികളുമായും അവരുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായും ചേർന്ന് ഇങ്ങനെ ഒരു സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതിൽ വലിയ ചാരിതാർത്ഥ്യവും നന്ദിയും ആദരവുമൊക്കെ ഉണ്ട്. പട്ടാമ്പിയിൽ സമഗ്ര കാർഷിക വികസന പദ്ധതി നടപ്പിലാക്കണമെന്ന് കർഷക സംഘം പട്ടാമ്പി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കാർഷിക സെമിനാർ നാളെ നടക്കും. പട്ടാമ്പിയിൽ സമഗ്ര കാർഷിക വികസന പദ്ധതി നടപ്പിലാക്കണമെന്ന് കർഷക സംഘം പട്ടാമ്പി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാർഷിക പ്രാധാന്യമുള്ള പ്രദേശമാണ് പട്ടാമ്പി. 2 പുഴകളുടെ ജലസമൃദ്ധിയും സ്വാതന്ത്ര്യപൂർവ്വകാല സ്ഥാപിതമായ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സാന്നിധ്യവും സർക്കാരും പഞ്ചായത്തുകളും പ്രഖ്യാപിക്കുന്ന വിവിധ പദ്ധതികളുമുണ്ടെങ്കിൽ കാർഷിക രംഗത്ത് സാധ്യമായ മുന്നേറ്റമുണ്ടാക്കാൻ പട്ടാമ്പിയിൽ സാധിക്കുമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. പ്രതിനിധി സമ്മേളനം മേലെപ്പട്ടാമ്പി ചിത്ര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടത്തിയത്. സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ കർഷക സെമിനാർ സംഘടിപ്പിക്കും. കൃഷി, ജീവനം, സംസ്കാരം എന്ന വിഷയത്തിലാണ് സെമിനാർ. പ്രഭാഷകൻ VK സുരേഷ് ബാബു കൂത്തുപറമ്പ് വിഷയാവതരണം നടത്തും. വൈകുന്നേരം 4 മണിക്കാണ് സെമിനാർ ശങ്കരമംഗലം ശിവക്ഷേത്ര ഊട്ടൂത്തിൽ വെച്ച് നടത്തുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. P. വിജയകുമാറാണ് പ്രസിഡന്റ്. KV ഗംഗാധരൻ, MP വിജയകുമാർ, T. ഗോപാലകൃഷ്ണൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ്. U. അജയകുമാറാണ് സെക്രട്ടറി. T. മധു, KT പുഷ്പലത, PV രതീഷ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരാണ്. K. മുരളിയാണ് ട്രഷറർ. ഭാരതപ്പുഴയുടെ തീരസംരക്ഷണവും വെള്ളിയാങ്കല്ല് തടയണയുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തി. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ നേതൃത്വത്തിൽ തടയണയുടെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി മെട്രോമാൻ E. ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ചെയർമാൻ കൂടിയായ കളക്ടർക്ക് തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രി പരാതി കൈമാറിയിരിക്കുകയാണ്. തടയണയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുന്നതിനിടെ പാർശ്വഭിത്തിയുടെ ഒരു ഭാഗം അപകടാവസ്ഥയിലായ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെയും വിവിധ സംഘടനകളുടെയും ആശങ്ക ശക്തമായിട്ടുണ്ട്. സ്ഥിതി കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വിദഗ്ധ പരിശോധന നടത്തി അടിയന്തര സംരക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. തടയണയുടെ പാർശ്വഭിത്തിയുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വെള്ളിയാങ്കല്ല് സംരക്ഷണ സമിതി ചെയർമാൻ ചോലയിൽ വേലായുധൻ ആവശ്യപ്പെട്ടു. വേഗത്തിൽ ഇടപെടൽ നടത്താത്ത പക്ഷം ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഇതര സംഘടനകളും ആവശ്യപ്പെട്ടു. BJP മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന പഠന ശിബിരം നടത്തി. BJP ദേശീയ കൗൺസിൽ അംഗം വി രാമൻകുട്ടി പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി പട്ടാമ്പി മണ്ഡലം പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിഷൻ മഹാ അഭിയാന്റെ ഭാഗമായാണ് 2 ദിവസം നിലനിൽക്കുന്ന ശിബിരം സംഘടിപ്പിച്ചത്. ആമിയൂർ മാലുട്ടി കല്യാമണ്ഡലത്തിൽ വെച്ചായിരുന്നു ശിബിരം നടന്നത്. BJP ദേശീയ സമിതി അംഗം വി രാമൻകുട്ടി ശിബിരം ഉദ്ഘാടനം ചെയ്തു. ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് ഒത്തുകൂടിയിരിക്കുന്നത്. ഇത് 2 ദിവസത്തെ പരിപാടിയാണെങ്കിലും 11 ദിവസത്തെ പരിപാടിയാണ്. ഈ പരിപാടിയോട് തന്നെ നമുക്ക് സമയം മതിയാകുന്നു. കാരണം പഴയ കാലങ്ങളൊക്കെ 2 ദിവസം 3 ദിവസം 5 ദിവസമൊക്കെയാണ് ശിബിരങ്ങൾ നടത്താറ്. അതിൽ 100കണക്കിന് പ്രവർത്തകന്മാർ പങ്കെടുക്കുകയും അങ്ങനെ പങ്കെടുത്ത് ആ ശിബിരങ്ങളുടെ ഫലമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ നിലവാരത്തിൽ മാത്രം അങ്ങനെ ലോക അടിസ്ഥാനത്തിൽ തന്നെ പ്രസക്തി നേടിയിട്ടുള്ളത്.
എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരാണ്, അംഗങ്ങളാണ്. വളരെയധികം വികാര ആവേശത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും മണ്ഡലം പ്രസിഡന്റ് BC സന്തോഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ B മനോജ്, ബാബു പൂക്കാട്രി, ജില്ലാ വൈസ് പ്രസിഡന്റ് K വിജയൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി C അനിൽകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം PT വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.